നമസ്കാരം. ഇക്കഴിഞ്ഞ 12-ാം തീയതിയാണ് രാജ്യത്തെ ഞെട്ടിച്ച അഹമ്മദാബാദ് വിമാന അപകടം ഉണ്ടാകുന്നത്. അഹമ്മദാബാദ് വിമാന അപകടം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇത് അട്ടിമറിയാണോ എന്നൊരു സംശയം പലരും ഉയർത്തിയിരുന്നു. കാരണം ഇപ്പോഴും ആ സംശയം നീങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സമയത്ത് അല്ലെങ്കിൽ വിമാന അപകടം നടന്ന സമയം എന്നത് അത്രമാത്രം സംശയകരമായിരുന്നു. പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ഒരു പ്രശ്നം ഉടലെടുത്ത സമയമായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയതിന് ശേഷമുള്ള ഒരു സമയമായിരുന്നു. മാത്രമല്ല, ഈ വിമാനാപകടം നടന്നിരിക്കുന്നത് അഹമ്മദാബാദിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും സംസ്ഥാനത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത്. മാത്രമല്ല, അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി കൂടി ഉണ്ടായിരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് അട്ടിമറിയാണോ എന്ന സംശയം അതിപ്പോഴും ബലപ്പെട്ട് നിൽക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറുകൾ അടക്കം ലഭിച്ച സാഹചര്യത്തിൽ, അതിൽ നിന്നുള്ള വിവരങ്ങളടക്കം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മഹോലിൻ്റെ പ്രസ്താവന അത് ശ്രദ്ധേയമാവുകയാണ്. പൂനെയിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. അട്ടിമറി അടക്കമുള്ള സാധ്യതകൾ ഇപ്പോഴും പരിശോധിച്ചു വരികയാണ് കേന്ദ്ര ഏജൻസികൾ എന്നാണ് മഹോൽ അഭിപ്രായപ്പെട്ടത്. അതായത് അട്ടിമറി സാധ്യത കേന്ദ്രം തള്ളി എന്ന വാർത്തകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. എന്നാൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറുകളിലെ വിവരങ്ങൾ ലഭിച്ചു വരുന്നതേയുള്ളൂ ഈ സമയത്തും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മന്ത്രിയുടെ പ്രസ്താവന ശ്രദ്ധേയമാകുന്നത്. അതായത് ഈ വിമാനാപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം പ്രധാനമായും നടത്തുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ്. ഈ AIB എന്ന് പറയുന്ന ഈ ഏജൻസിയെ കൂടാതെ മറ്റ് കേന്ദ്ര ഏജൻസികളും ഇപ്പോഴും ഇതിൽ അന്വേഷണം നടത്തുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. അതിൻ്റെ അർത്ഥം അട്ടിമറി സാധ്യതകൾ കേന്ദ്രം തള്ളിക്കളഞ്ഞിട്ടില്ല, അത് ഇഴകീറി പരിശോധിക്കുക തന്നെയാണ്. അട്ടിമറി സാധ്യതകൾ തള്ളുന്നു എന്ന് കേന്ദ്രം പുറമേ പറഞ്ഞിരുന്നുവെങ്കിലും അതല്ല സ്ഥിതി. രഹസ്യമായി തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ് എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. നമുക്കറിയാം, ഈ അപകടം നടന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ NIA ഉദ്യോഗസ്ഥർ ഈ അപകട സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. പലതരത്തിലുള്ള ഫോറൻസിക് പരിശോധനകൾ ഇപ്പോഴും നടന്നു വരികയാണ്. എന്താണ് ഈ അപകട കാരണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വിശദമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഉത്തരം ആർക്കും നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ബ്ലാക്ക് ബോക്സുകൾ കണ്ടെടുത്തതിന് ശേഷം ഇതിന് കൃത്യമായ ഒരു ഉത്തരം ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചു വരുന്നത്. പക്ഷേ അതിനെക്കുറിച്ചും ഇപ്പോൾ സൂചനകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. പക്ഷേ അന്വേഷണം നടക്കുന്നുണ്ട്, അട്ടിമറി സാധ്യതകൾ തള്ളിയിട്ടില്ല എന്ന് തന്നെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ മന്ത്രി പറയുമ്പോൾ അതിന് പ്രാധാന്യമേറെയാണ്. അതിൻ്റെ കാരണം ഒന്നാമത്തേത് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറുകളിൽ നിന്നുള്ള വിവരങ്ങൾ അധികൃതർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ഘട്ടത്തിലാണ് കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ ഈ പ്രസ്താവന വരുന്നത് എന്നുള്ളത് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, ഈ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്ക് പുറമെ മറ്റ് ഏജൻസികളും ഇതിൽ ഇപ്പോഴും അന്വേഷണവുമായി തുടരുകയാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇതിൽ അട്ടിമറി സാധ്യതകളെ കേന്ദ്രം തള്ളിയിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരങ്ങൾ, ഈ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറുകളിലെ പ്രാഥമികമായ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് സൂചന. പക്ഷേ ഇത് സംബന്ധിച്ച വളരെ ആഴത്തിലുള്ള, വളരെ വിശദമായ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ നൽകുന്ന സൂചന. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.